ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും പോസിറ്റീവ് ഓപ്പണിങ്ങും ബെറ്റർ സെൻറ്റിമെൻറ്റും തന്നെയാണ്. ഏഷ്യയിൽ സൗത്ത് കൊറിയൻ മാർക്കറ്റ് ഇന്ന് ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് മാർക്കറ്റുകൾക്ക് അവധിയാണ്. അതേസമയം ഇന്നലെ ഗ്ലോബലി എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഹെഡ്ജ് ഫണ്ടുകളും ടെക്നോളജി സ്റ്റോക്കുകൾ വലിയ രീതിയിൽ താഴെ വന്നപ്പോൾ അഗ്രസീവ് ബയ്യിങ് ആണ് നടത്തിയിരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിരുന്നു. അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഓൾമോസ്റ്റ് എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റേൺ ഡിജിറ്റലാണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സാൻഡിസ്ക്, മൈക്രോൺ, സീഗേറ്റ് ഈ കമ്പനികളും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൗത്ത് കൊറിയയിലെ സാംസങ് ഇലക്ട്രോണിക്സ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. SK ഹൈനിക്സും റെക്കോർഡ് ഹൈനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും കാര്യം നോക്കുകയാണെങ്കിൽ നല്ല വോളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള മുന്നേറ്റമാണ്. ഇന്ന് മോർണിംഗിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $4,975 പെർ ഔൺസിനാണ്. സിൽവർ ട്രേഡ് ചെയ്യുന്നത് $77.25 പെർ ഔൺസിനാണ്. സ്പോട്ട് സിൽവറും സ്പോട്ട് ഗോൾഡും ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമ്മോഡിറ്റികളും മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. ഒപ്പം Q3 റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നല്ല Q3 റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളിലാണ് നല്ല രീതിയിലുള്ള ബയ്യിങ് കാണുന്നത്. അത്തരത്തിലുള്ള സെൻറ്റിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ NCC അതുപോലെ തന്നെ അതിൻ്റെ സബ്സിഡിയറിനെ നാഷണൽ ഹൈവേ അതോറിറ്റി 2 വർഷത്തേക്ക് പ്രൊജക്റ്റ് ബിഡിങ്ങിൽ നിന്ന് ബാൻ ചെയ്തിരിക്കുകയാണ്. സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസാണ്. ഇന്നലെ വന്ന ന്യൂസാണ്. സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നലെ. ഒപ്പം പേസ് ഡിജിടെക്കിന് സൗദി അറേബ്യയിൽ നിന്നൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ട്രെയിലേഴ്സിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റത്തിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നല്ലൊരു കമ്പനിയാണ് പേസ് ഡിജിടെക്. അതോടൊപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞ ദിവസം 5,000 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിരുന്നു. വീണ്ടും 2,000 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നതാണ്. ഫ്രാൻസിൽ നിന്നാണ് 6 വെസൽസ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ്. 6 LNG വെസൽസ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ്. 5 വർഷത്തിനുള്ളിൽ ഫുള്ളായിട്ട് സപ്ലൈ ചെയ്ത് തീർത്താൽ മതി. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് ധാരാളം ഓർഡേഴ്സാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. TVS മോട്ടേഴ്സിൻ്റെ ഇന്തോനേഷ്യയിലത്തെ പ്ലാന്റിൽ 1 മില്യൺ പ്രൊഡക്ഷൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. DCX സിസ്റ്റംസ് 45.4 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് സെക്കൻഡ് ഇൻ്ററിൻ ഡിവിഡൻഡ് നൽകാൻ പോവുകയാണ്. ബോർഡ് മീറ്റിംഗ് ഫെബ്രുവരി 27 നമ്മൾ ഇന്നലത്തെ പോഡ്കാസ്റ്റിൽ തന്നെ പറഞ്ഞിരുന്നു. എല്ലാ പ്രോഫിറ്റ് മേക്കിംഗ് PSUസും നല്ല രീതിയിലുള്ള ഇൻ്ററിൻ ഡിവിഡൻഡ് അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് മാർച്ച് 31 മുമ്പ്. അതോടൊപ്പം തന്നെ വേദാന്ത, ഹിന്ദുസ്ഥാൻ സിങ്ക് ഈ കമ്പനികളും വലിയ ഇൻ്ററിൻ ഡിവിഡൻഡ് അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. നല്ല ഡിവിഡൻഡ് ഈൽഡാണ് ഈ കമ്പനികളിലൊക്കെ ഉള്ളത്. ഇനി ഇന്നലെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള ഗാലൻ ഡിസ്പാറ്റ് അതുപോലെ തന്നെ HEG ഈ 2 കമ്പനികളിലാണ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊതുവെ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഓപ്പണിങ് അതുപോലെ തന്നെ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ്. ഇറാനും USഉം തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാവുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഇറാനും USഉം തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ മെച്ചപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു. അപ്പോൾ ബന്ധം വഷളാവുന്നു എന്നുള്ള റിപ്പോർട്ടിന് ശേഷം ബ്രന്റ് ക്രൂഡ് ഓയിൽ വലിയ രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. $70.25 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ബ്രന്റ് ക്രൂഡ് ഓയിൽ മുന്നേറുന്ന ഇന്ത്യനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി കൂടി തന്നെയാണ്. അപ്പോൾ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. ഒപ്പം ഇറാൻ US ഇഷ്യൂം ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.